യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, സിറോ മലബാർ സഭ ഈ വർഷം സാമുദായിക ശാക്തീകരണ വർഷമായി ആചരിക്കുകയാണല്ലോ. ഈ സന്ദർഭത്തിൽ സാമുദായിക ശാക്തീകരണത്തിൽ അമ്മമാർക്കുള്ള കടമകളെക്കുറിച്ച് നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. തികച്ചും സങ്കീർണമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ക്രൈസ്തവികതയുടെ പിള്ളത്തൊട്ടിലായ യൂറോപ്പിൽ മതനീരാസമാണ് അവിടെ പ്രശ്നമെങ്കിൽ ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളിൽ അത് മതപീഡനവും ഭീകരമായ ന്യൂനപക്ഷ അപരവൽക്കരണവും വിശ്വാസ സാക്ഷ്യമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് അമ്മമാരുടെ ഈ സാമുദായിക ശാക്തീകരണ വർഷത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അമ്മമാരുടെ പങ്ക് ഏറെ പ്രസക്തമാകുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഹൃദയമായ അമ്മ, ആ അമ്മ കുടുംബം ശാക്തീകരിക്കുന്നു, അതുപോലെ തന്നെ ആ കുടുംബം ഒരു സമുദായത്തെ ശാക്തീകരിക്കുന്നു. ചുരുക്കത്തിൽ അമ്മമാർ കുടുംബത്തെയും സമൂഹത്തെയും നയിക്കുന്ന ഒരു ചാലക ശക്തികളായി മാറുന്നതായി നമുക്ക് കാണാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് ഓരോ വ്യക്തിയും താനായിരിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്നത് ബാഹ്യമായൊരു വെച്ചുകെട്ടലായല്ല, മറിച്ച് തങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ടും സ്നേഹസംവാദം നടത്തിക്കൊണ്ടും തൻ്റെ കഴിവുകളെ വളർത്തി ഉന്നതി പ്രാപിച്ച് തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി ജീവിക്കുന്നു എന്നുള്ളതാണ്. പുണ്യചരിതനായ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് മാതൃസ്നേഹത്തിൻ്റെ അപാരത അനന്തവും മനസ്സിൻ്റെ ദൂരങ്ങളിലേക്കും കാലഘട്ടത്തിലേക്കും കടന്നു ചെല്ലുന്ന വലിയ ശക്തിയാണെന്നാണ്. തിരുസഭയുടെ വിവിധ സംഘടനകൾ അമ്മമാരെ ശാക്തീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മാതൃവേദി പോലുള്ള സംഘടനകളൊക്കെ ഇതിലെ പ്രധാനമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് അമ്മമാരുടെ ശാക്തീകരണം ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. സാമൂഹ്യ നീതിയിൽ നമുക്കറിയാം, ഒത്തിരി അമ്മമാർ സംഘടനകൾ പാവപ്പെട്ടവരെയും പീഡിതരെയൊക്കെ സഹായിക്കുന്നതിൽ മുൻപന്തിയിലാണ്. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ വളരെ സഹായം നൽകുന്നുണ്ട്. കത്തോലിക്ക സഭ മനുഷ്യ സേവനവും മനുഷ്യ സ്നേഹവും കേന്ദ്രീകരിച്ചുള്ളൊരു സമുദായമാണ്. നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈ സമുദായത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് കുടുംബമാണ്. ഈ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായി വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. അമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനും അതുവഴി ആത്മീയ ജീവിതത്തിലേക്കും മാത്രമല്ല ധാർമ്മിക മൂല്യങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിലും അമ്മമാരുടെ പങ്ക് ഏറെ പ്രസക്തമാണ്. സഭാ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ വിശുദ്ധ കുർബാന, മതബോധനം, അതുപോലെ തന്നെ കുടുംബ യൂണിറ്റുകളിൽ എന്നിവയിലെല്ലാം അമ്മമാർ സജീവമായി പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ കഴിവുകളെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലേക്ക് തങ്ങൾ മുന്നേറുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെയും അതുവഴി കുടുംബത്തിലെ മറ്റുള്ളവരെയും ആത്മീയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താനായിട്ട് മാതാക്കൾക്ക് സാധിക്കുന്നുണ്ട്. പ്രായോഗികമായി മാതൃകാ ജീവിതം നയിക്കുന്നത് അനിവാര്യമാണ്. പരിശുദ്ധ മറിയം, വിശുദ്ധ മോണിക്ക തുടങ്ങിയ വിശുദ്ധരായ അമ്മമാരാണ് ക്രിസ്തീയ സഭയിൽ അമ്മമാർക്ക് മാതൃക. സാമുദായിക ശാക്തീകരണം എന്ന് പറഞ്ഞ് വലിയ കെട്ടിടങ്ങൾ പണിയുന്നതിലോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിലോ മാത്രമല്ല, മറിച്ച് വിശ്വാസമുള്ള, മൂല്യബോധമുള്ള, സഭാസ്നേഹമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കണം. അതിനുള്ള കഴിവുകൾ ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. നമുക്കറിയാം, ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ മുഖ്യ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടവരാണ് അമ്മമാർ. ഈ മേഖലയിൽ ഒത്തിരി വെല്ലുവിളികൾ അമ്മമാർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തിലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മൂലം അല്ലെങ്കിൽ അധിക ഉത്തരവാദിത്തങ്ങൾ മൂലം അവർക്ക് തങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കാതെ വരുന്നുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം സഭയും സമൂഹവും അമ്മമാർക്ക് വേണ്ട പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ രംഗത്തും അമ്മമാർക്ക് അതിൻ്റേതായ ഒരു ശാക്തീകരണം, അറിവ്, അവബോധമൊക്കെ നമുക്ക് കൊടുത്ത് അവരെ ശക്തരാക്കാനായിട്ട് നമുക്ക് മുൻപന്തിയിലുണ്ടായിരിക്കാം. ആരോഗ്യം, ശുചിത്വം എന്നീ മേഖലയിൽ അമ്മമാരുടെ ബോധവൽക്കരണത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ സാംസ്കാരിക പൈതൃകം മറ്റുള്ള പുതുതലമുറയിലേക്ക് കൈമാറുന്നതിൽ അമ്മമാരുടെ ശാക്തീകരണം അനിവാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ നോമ്പാചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ, തിരുനാളുകൾ അതെല്ലാം ഫലപ്രദവും അല്ലെങ്കിൽ മൂല്യശോഷണം നടത്താതെയും പുതുതലമുറയിലേക്ക് പക്വമായിട്ട് അത് പുതുതലമുറയിലേക്ക് കൈമാറാനായിട്ട് അമ്മമാർക്ക് സാധിക്കും. നമുക്ക് കുടുംബ കൂട്ടായ്മകളിലെ ചർച്ചകൾക്കായിട്ട് 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തരികയാണ്.
ഈ സാമുദായിക ശാക്തീകരണ വർഷത്തിൽ നമ്മുടെ ഇടവകകളിൽ വനിതകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ചെയ്യാവുന്ന കർമ്മ പരിപാടികൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ രണ്ടാമതായി, ഈ സാമുദായിക ശാക്തീകരണ വർഷത്തിൽ വനിതകൾക്ക് മറ്റുള്ളവരെ ശാക്തീകരിക്കുന്നതിൽ ചെയ്യാൻ പറ്റുന്ന കർമ്മ പരിപാടികൾ ഏതൊക്കെയാണ്? മൂന്നാമതായി, ഈ സാമുദായിക ശാക്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടവകയിലെ അല്ലെങ്കിൽ സമുദായത്തിലെ വിശ്വാസവർദ്ധനയുണ്ടാക്കുമോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് സഭയ്ക്കും നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നതിക്കും വേണ്ടി കൈ ചേർത്ത് പിടിച്ച് മുന്നേറാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നന്ദി.